Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തൊരു തീരുമാനമാണ്. നമ്മള് നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പലതിനും നമുക്ക് ഹെൽപ്പ് ഉണ്ട്, കുറച്ചുകൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. വൺ തിങ് അബൌട്ട് ദെയർ ഇസ് നമ്മളൊന്ന് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയാൽ തന്നെ ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് നമുക്ക് നടക്കാൻ എത്രയോ ഗ്രീൻ സ്പേസസ് ഉണ്ട്. യുനോ അത് ദാറ്റ് റിയലി മേക്സ് സച്ച് എ ബിഗ് ഡിഫറൻസ്. ഇമോഷണലി, മെന്റലി ഐ വെന്റ് ത്രൂ എ ലോട്ട് ഓഫ് ചേഞ്ചസ്, എ ലോട്ട് ഓഫ് ഗ്രോത്ത്, എ ലോട്ട് ഓഫ് ലേണിംഗ്. അതിൻ്റെ ഇടയിൽ ഞാൻ ലൈഫ് കോച്ചിങ് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തു. ദിസ് കാൺ ബി റിയൽ. കാരണം ഇത്രയും വർഷം പരിചയം ഉള്ള ഒരാള് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഇന്റേണൽ സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ട്. മൈ സെൻസ് ഓഫ് സ്മെൽ ആൻഡ് സൗണ്ട് ഭയങ്കര ഇൻറ്റൻസ് ആണ്. എനിക്ക് സ്മെല്ല് ഭയങ്കര ലൈക്ക് എനിക്ക് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മണങ്ങൾ വരും. ചാർജറൊക്കെ ചാർജ് ചെയ്യാൻ വെക്കില്ലേ, അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ശബ്ദം കേൾക്കും. ഐ കൻ ഹിയർ ദ സ്റ്റാറ്റിക്. സോ ദാറ്റ്സ് എ തിങ്. ന്യൂറോടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും അൺസെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പം ഹീ സെയിങ് ഞാനിങ്ങനെ എൻ്റെ ഓട്ടിസത്തിനെ പറ്റി കണ്ടുപിടിച്ചതും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് ഹീ സെയിങ്, ആളെ കണ്ടാൽ എനിക്ക് ഓട്ടിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോർ എവ്രിബഡി. എൻ്റെ പോലെ തന്നെ ഒരു ഹൈ മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടിന് ഇതേപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മേ ബി ദേ പെർസീവ്ഡ്, പക്ഷെ എന്നാലും കുറെ കോമൺ ആയിട്ടുള്ള ട്രീറ്റ്സ് ഉണ്ട് താനും. സോ ഇറ്റ് പ്രസൻസ് വെരി ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് പീപ്പിൾ. പറന്നേ ഉയർന്നേ പറന്നുയർന്നേ തീ പൊള്ളും കനലിൽ നിന്നും പറന്നുയർന്നേ പറന്നേ ഉയർന്നേ പറന്നുയർന്നേ. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ. ജ്യോത്സ്ന രാധാകൃഷ്ണൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ആൻഡ് ജോ ആൻഡ് ഐ ഗോ ബാക്ക് എ ലോങ് വേ. സോ വെൽക്കം ടു അവർ ഷോ. വെൽക്കം ടു ഐ ആം. ഇതിനു മുമ്പ് വെൽക്കം ടു ദി ഹാപ്പിനെസ് പ്രോജക്റ്റ് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ സം 6-7 ലോങ് ഇയേഴ്സ്, അതിനേക്കാളും കൂടുതലായി തോന്നുന്നു, കുറേ കാലമായി. വെൽക്കം ബാക്ക് ടു മൈ ഷോ. ആൻഡ് ജോയിൻ്റെ എൻ്റെ എന്ന് വെച്ചാൽ ഇത്രയും വർഷം ഞങ്ങൾ അങ്ങനെ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും വി ഹാവ് ബീൻ ഇൻ ടച്ച് ആൻഡ് വി ഹാവ് ഓൾവേസ് കെപ്റ്റ് ട്രാക്ക് ഓഫ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഈച്ച് അതേഴ്സ് ലൈഫ്സ്. എനിക്ക് ലണ്ടനിലേക്കുള്ള മൂവ് ജോയിനെക്കാളും എന്നെയാണ് ഡിസ്റ്റർബ് ചെയ്തത്. ഐ റിമെമ്പർ ഹാവിങ് ദാറ്റ് കോൺവെർസേഷൻ വിത്ത് യു. ഡു യു റിക്കലക്ട്? ഓഫ് കോഴ്സ്. എനിക്കൊരു അന്ന് ഐ ആം തുടങ്ങിയ സമയമാണ്. അപ്പോൾ യു ടെക്സ്റ്റഡ് മീ സെയിങ് ലൈക്ക് about coming on the show. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലില്ല, ഞാൻ കുറേ ദൂരെയാണ് എന്ന് പറഞ്ഞപ്പോ you were like, what are you doing there? And why are you going there? തിരിച്ചു വരൂ, you not meant to be there, you have to be here. I remember that conversation. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ തിരിച്ചു വരുന്ന കാര്യം ഇനി ഞാൻ കേട്ടത് വിധുവിൽ നിന്നാണ്, വിധുവും ദീപ്തിയിൽ നിന്നാണ്, that you are coming back. I said yeah, I know she has to be back. And then after that I guess we are catching up now. അതെ. How was life in the UK? എങ്ങനെ ഉണ്ടായിരുന്നു? What was it like? It was എല്ലാത്തിനും 2 വശം ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറേ നാൾ നാട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ അതും എനിക്കാണെങ്കിൽ ആ സമയത്ത് ഞാനിവിടെ വെൽ സെറ്റിൽഡ് ആണ്, എനിക്ക് എൻ്റെ വർക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തൊരു തീരുമാനമാണ് ലെറ്റ്സ് ഗോ ടെസ്റ്റ് ദ വാട്ടേഴ്സ്. ശ്രീകാന്തും ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ബട്ട് ഹി വാസ് കൺഫ്യൂസ്ഡ് വാട്ട് ടു ഡു എന്നുള്ളത്. ഞാൻ സത്യം പറയാൻ പ്രോബ്ലി ഐ എം ദ വൺ ഹു ഏർജ്ഡ് ഹിം ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ മൂവ് ചെയ്തു. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. നമ്മൾ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പലതിനും നമുക്ക് ഹെൽപ്പ് ഉണ്ട്, കുറച്ചുകൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. And you also have so many friends because of the work that you do, അല്ലേ? അതെ. കണക്ഷൻസ്. നെറ്റ്വർക്ക് ഞാൻ എത്രത്തോളം കീപ്പ് ചെയ്തിരുന്നു എന്ന ബിഗ് ക്വസ്റ്റ്യൻ. പക്ഷേ എന്നാലും ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. യു ഹാവ് എല്ലാം സോർട്ടഡ് ആയിരുന്നു ഇവിടെ. പക്ഷെ മൂവ് ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് പുതിയ രാജ്യം, പുതിയ രീതികൾ, പുതിയ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഒന്നിനും ഒരു ഹെൽപ്പില്ല. മോനാണെങ്കിലും അവൻ്റെ ഗെറ്റിംഗ് ഹിം യൂസ് ടു സ്കൂളും പുതിയ സിസ്റ്റം അങ്ങനെ. അപ്പോൾ അവനെന്താ വെച്ചാൽ 2 കൊല്ലം കോവിഡ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മൂവ് ചെയ്തത്. അപ്പം കോവിഡ് സമയത്ത് അവൻ വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് അവൻ
നേരെ പോയി ചേർന്നത് ലൈക്ക് വേറൊരു രാജ്യത്ത് വേറെ പോലത്തെ ആൾക്കാരുടെ. അപ്പൊ അവനെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്തെടുക്കാനുള്ള ഇത്. ബട്ട് 2 വർഷത്തിനകത്ത് അങ്ങനെ സെറ്റ് ആവാനുള്ള ടൈമും ഇല്ല. ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി സെറ്റിൽഡ് എന്ന് പറയാൻ പറ്റില്ല. മ്യൂസിക് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ലൈക്ക് were you able to pursue music? ഞാൻ അപ്പോഴും ട്രാവൽ ചെയ്ത് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കോൺസേർട്സ്. അപ്പോൾ നാട്ടിലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഐ വാസ് ട്രാവലിംഗ് ടു US, യൂറോപ്പും ഓസ്ട്രേലിയ, അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ നല്ല വശം പറയുകയാണെങ്കിൽ there are so many things, because ഞാൻ ഭയങ്കര ഐ ലവ് ഹിസ്റ്ററി. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മ്യൂസിയത്തിലൊക്കെ പോയിട്ട് ഈ കപ്പിലാണ് രാജാവ് ചായ കുടിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ കപ്പ് ഒരു മണിക്കൂർ ഞാൻ ആ കപ്പ് നോക്കിയിരിക്കും. ദാറ്റ്സ് ഹൗ ഐ എം ഒബ്സെസ്ഡ് വിത്ത് ഹിസ്റ്ററി. അപ്പൊ അവിടെ ഭയങ്കര ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണല്ലോ. ലോട്ട്സ് ഓഫ് പാലസസ് ആൻഡ് കാസിൽസ്, മ്യൂസിയംസ്, അങ്ങനെ ഒരുപാട് കാണാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഐ തിങ്ക് I used to go, ചില ദിവസം തന്നെ I'll just go രാവിലെ ഇങ്ങനെ പോയി. I used to just go to these places. And one thing about there is നമ്മളൊന്ന് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയാൽ തന്നെ just step out and നമുക്ക് നടക്കാൻ എത്രയോ ഗ്രീൻ സ്പേസസ് ഉണ്ട്. അത് that really makes such a big difference. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, why don't we ever think of that? ഇത്രയും സുന്ദരമായിട്ടുള്ള നാട് നമുക്കുണ്ടായിട്ട് ഒരു ഷോപ്പിംഗ് മാൾ വരുമ്പോൾ, ഓഫ് കോഴ്സ് ഷോപ്പിംഗ് മാൾ ആവശ്യമാണ്, നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം, അതെല്ലാണ്ട് ഒരു ഷോപ്പിംഗ് മാൾ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സ്ഥലത്തൊരു ഗ്രീൻ സ്പേസ്, ഒരു പാർക്ക്, കുറച്ച് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു പ്രായമായിട്ടുള്ളവർക്കും കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് കുറച്ച് എന്തൊരു മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ്സാണ് ഉള്ളതെന്ന് അറിയോ. നമുക്കതിനൊക്കെ ഉള്ള റിസോഴ്സസ് ഒക്കെ ഉണ്ട്, പക്ഷെ nobody bothers to do it. അപ്പോൾ ഇനിഷ്യേറ്റീവ് ഇല്ല. That's the thing, because we are so busy trying to sustain and survive, I guess. ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെ കുറേ there was a lot of introspection ആ സമയത്ത്. കുറേ ലൈഫ് emotionally, mentally, I went through a lot of changes, a lot of growth, a lot of learning. അതിൻ്റെ ഇടയിൽ ഞാൻ ലൈഫ് കോച്ചിങ് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തു. സോ ആ കോഴ്സിൽ കൂടെ ഐ കെയിം ഇൻ ടച്ച് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. അത് US based ഒരു അക്കാഡമി ആയിരുന്നു. പക്ഷെ അതിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലായിടത്തും നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ ദേ വുഡ് പുട്ട് യു ഇൻ കോൺടാക്ട് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. അങ്ങനെ നമ്മൾ കോച്ചിങ് പ്രാക്ടീസസും അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യണത്. അത് റിയലി ഓപ്പൺഡ് അപ്പ് ദിസ് വേൾഡ് ഓഫ് it was just how beautiful is this world എന്നുള്ളത്. എന്തൊരു പല തരത്തിലുള്ള ആൾക്കാർ, പീപ്പിൾ ആർ സോ യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്, ആൻഡ് എന്തൊരു ബ്യൂട്ടി ഉണ്ട് അതിൽ എന്നുള്ളത്. ദാറ്റ് വാസ് ഒരുപാട് ഐ ലേൺഡ് എ ലോട്ട് ആ 2 വർഷം. ഐ നോ ഓഫ് യു വാസ് എ വെരി, ഒരു രീതിയിൽ ഒരു പാട്ട് പാടുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഒരു മ്യൂസിക് കമ്പോസർ മാത്രമല്ല, എന്നാലും ഒരു ഐഡിയനെ ഒരു മ്യൂസിക്കിലേക്ക് എങ്ങനെ മെർജ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ദോസ് ജാപ്പനീസ് കോൺസെപ്റ്റ്സ് വിച്ച് യു ഹാവ് മെർജ് ഇൻ ടു ദാറ്റ് സോങ് പറന്നേ. അത് ഞാൻ ആദ്യമായിട്ട് അത് ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ആ ലോഞ്ച് ഫംഗ്ഷനിൽ വന്നിരുന്നു വിത്ത് ഫാമിലി. ആൻഡ് ഐ റിമെമ്പർ സീയിങ് ആൻഡ് ഹിയറിങ് ദാറ്റ് സോങ് ആൻഡ് falling in love with your voice. കാരണം ഞാൻ കേട്ടിരിക്കുന്ന ജോയുടെ വോയിസ് വളരെ തിൻ ആയിട്ടുള്ളൊരു വോയിസ്. ആൻഡ് I was not particularly, though you sang very well and all that, I'm not particularly a fan of the thin kind of a voice. I got it. And the first time I heard you sing that Paranne, I was like, wow. And before we get into the thick of things, എല്ലാ കാര്യങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുമ്പ് I would love it if you could sing those few lines from സ്വന്തം composition. And such a beautiful song. Onnu paadu please. With pleasure, definitely. എരിയുമീ ചുടുവേനലിൽ തിരയുന്നു എന്നിലെ എന്നെ, ആ ചിരികളോ ചിതയാകിലും പോകുവാനില്ല ഞാനെങ്ങും. ഞാനും കാണും അകലെയിൽ മഴവേ, മേഘങ്ങൾ പെയ്യുന്നേ, തുമഞ്ഞോ വീഴുന്നേ,
കനലിൽ നിന്നും പറന്നുയർന്നേ പറന്നേ ഉയർന്നേ പറന്നുയർന്നേ തീപൊള്ളും കനലിൽ നിന്നും പറന്നുയർന്നേ. അതുപോലെ തന്നെ സ്റ്റണ്ണ് ചെയ്ത ഒരു പാട്ടാണ് ലൂസിഫറിലെ പാട്ട്. ആൻഡ് ഈവൻ ലൈക്ക് എനിക്ക് ആ ടെഡ് ടോക്കിൻ്റെ വീഡിയോ ജോ എനിക്ക് അയച്ചപ്പോൾ ആൻഡ് ഐ എം ലൈക്ക് ഓക്കെ എനിക്ക് കാണണം, ഐ ഹാവ് ടു വാച്ച് ഇറ്റ് ആൻഡ് ഐ ഹാവ് ടു വാച്ച് ഇറ്റ് പീസ്ഫുള്ളി. അപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ടെഡ് ടോക്ക് കാണുന്നത്. ആൻഡ് ഐ ഹാഡ് നോ ക്ലൂ ദാറ്റ് യു വർ സ്പീക്കിംഗ് ഓഫ് സച്ച് എ ഇൻറ്റൻസ് സബ്ജക്റ്റ് എൻ്റെ ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ആ ടെഡ് ടോക്കിൽ ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ പി ആറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം. ഐ ഹാഡ് നോ ക്ലൂ. ഞാൻ സ്റ്റണ്ടാണ്. ഞാനിത് കേട്ടോണ്ടിരിക്കാൻ ഐ എം ലൈക്ക് ദിസ് കാൺ ബി റിയൽ. കാരണം ഇത്രയും വർഷം പരിചയം ഉള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഇൻറ്റേർണൽ സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ട് എന്ന് ആർക്കും മനസ്സിലാവില്ല. ആൻഡ് ദാറ്റ് ജേർണി വുഡ് ഹാവ് ബീൻ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെയിൻഫുൾ. ആൻഡ് അതിൻ്റെ അവസാനം ആ റിയലൈസേഷനിൽ നിന്ന് യു വുഡ് ഹാവ് പ്രോബ്ലി ഫൗണ്ട് സം റിലീഫ്. അപ്പം ഓട്ടിസത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓട്ടിസത്തിന് ഇന്നും എനിക്കും അറിയില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് സബ്ജക്ട്. പക്ഷേ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് യു ക്യാൻ സർട്ടൻലി ഷെയർ ജോ. ഹൗ ഡിഡ് യു ഫസ്റ്റ് ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് ഐ നീഡ് ടു ചെക്ക് അപ്പ് ഓൺ? ആ ഒരു തോന്നൽ എനിക്ക് ആക്ച്വലി ഞാൻ ഈ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, സൈക്കോളജി ബേസ്ഡ് കോഴ്സായിരുന്നു. അപ്പോൾ ദേവർ എ ലോട്ട് ഓഫ് അതിലെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്റ്റുഡൻസായിട്ട് നമ്മളെ ദി പുട്ട് അസ് ത്രൂ. അപ്പം അങ്ങനെ യു ഡു റെസിപ്രോക്കൽ കോച്ചിങ്, അങ്ങനെ നമ്മൾ പഠിക്കണതും അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യണത്. അപ്പം കുറേ ഇങ്ങനെ മെന്റൽ ഹെൽത്ത്, പിന്നെ കുറേ ഡിസ്കഷൻ ഫോറംസും എല്ലാം ഉണ്ട് അതിൽ. അപ്പം അതിൽ കുറേ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റ് തെറപ്പിസ്റ്റ്സ് അങ്ങനെ കുറേ പേര്, ഈവൻ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും എല്ലാവരും. അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ മാതിരി ബിക്കോസ് ഐ വാസ് ലേണിംഗ് ഓൺ ദ സൈഡ്, ഞാൻ കുറേ വായിക്കുന്നുണ്ട്, ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം അപ്പോഴാണ് ഈ ഡൈവേർജൻസ് എന്നുള്ളൊരു സാധനവും, ന്യൂറോ ഡൈവേർജൻസ് എന്നുള്ളൊരു സാധനം. ആൻഡ് ഞാൻ കോയിൻസിഡൻ്റലി വെൻ ഐ വാസ് ട്രാവലിംഗ്, ഒരിക്കൽ ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിനിമയെല്ലാം എടുത്ത് കാണാം, നോർമലി നമ്മൾ എന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് ഐ ഫെൽറ്റ് അതൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, മൈ ഓട്ടിസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി. അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ച് നോക്കി. അതിൽ ഇറ്റ്സ് അബൌട്ട്, അത് ആങ്കർ ചെയ്യുന്ന ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഹീസ് ഓട്ടിസ്റ്റിക് ഹിംസെൽഫ്. അപ്പം ഹീ സെയിങ് ഞാനിങ്ങനെ എൻ്റെ ഓട്ടിസത്തിനെ പറ്റി കണ്ടുപിടിച്ചതും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് ഹീ സെയിങ്, ആളെ കണ്ടാൽ എനിക്ക് ഓട്ടിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഹീസ് ടെല്ലിങ് മീ അബൌട്ട് ഹിസ് ഹൗ ഹീ സീസ്, ഹൗ ഹീ ഫീൽസ്, ചില സാധനങ്ങളുടെ ഡീറ്റെയിൽസ് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യണത്, ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഓക്കേ ഇങ്ങനെ ആയി തുടങ്ങി. ആൻഡ് അദ്ദേഹം അതേപോലെ തന്നെ ഇതുപോലെയുള്ള മറ്റ് പല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അഡൾട്ട്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ലൈഫിൽ അപ്പം ഈ പറയുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ദേ ലുക്ക് ഫൈൻ, നോർമൽ. ഇപ്പം നമ്മുടെ ഒരു ഐഡിയ ഓഫ് നോർമൽ ഉണ്ടല്ലോ, ആ ഒരു ജോലി ചെയ്യുന്നു, കുടുംബമുള്ളവർ, അങ്ങനെ. പക്ഷെ അവരുടെ ഡെയിലി സ്ട്രഗിൾസ്, ചെറിയ സ്ട്രഗിൾസിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഐ സ്പോക്ക് ടു എ തെറപ്പിസ്റ്റ് ആൻഡ് എൻ്റെ കോഴ്സ് ത്രൂ ഐ സ്പോക്ക് ടു എ തെറപ്പിസ്റ്റ്. അപ്പോൾ ഷീ പുട്ട് മീ ത്രൂ ടു എ സൈക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യ, ബിക്കോസ് ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വരാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബാംഗ്ലൂരുള്ള ഡോക്ടർ ശ്രേയായിട്ട് എനിക്ക് കോണ്ടാക്ട് കിട്ടിയത്. സോ അങ്ങനെ ഡോക്ടർ ശ്രേയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെൻ ഷീ ആസ്ക്ഡ് മീ, എന്നോട് ഫുൾ ചൈൽഡ്ഹുഡ് തൊട്ടേ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, വാട്ട് ഐ എം എക്സ്പീരിയൻസിങ് ആസ് എൻ അഡൾട്ട്, ഞാൻ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഷീ ആസ്ക്ഡ് മീ എപ്പോഴെങ്കിലും ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം അവന് നോ, അതിനൊന്നും സാധ്യതയില്ലല്ലോ. അപ്പോൾ ഷീസ് ലൈക്ക് യു നോ വാട്ട്, എല്ലാവരുടെയും ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. ബിക്കോസ് എന്താണ് ലൈക്ക് ചൈൽഡ്ഹുഡ് എന്നുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ എന്താണ് ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ് ദാറ്റ് വാസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം എ ന്യൂറോടിപ്പിക്കൽ പേഴ്സൺ?
neurodivergent and neurotypical എന്നാണല്ലോ. എന്ത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇസ് സംതിങ് ദാറ്റ് points to the direction of a neurodivergence. Yeah, definitely. ഞാനത് I'll get to that. അപ്പം എന്താ വെച്ചാൽ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ there were assessments. ആദ്യം ഒരു അസസ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പം അതിൽ came out as divergent autistic traits എന്നുള്ള രീതിയിലാണ് വന്നത്. അത് കഴിഞ്ഞ് she said ഒരെണ്ണം കൂടി ചെയ്യാം, പിന്നെ ഒരെണ്ണം കൂടി ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റനെയർ. പിന്നെ വി ഡു ഇറ്റ് ഡോക്ടർ പ്രസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ അത് ചെയ്യുക. ബിക്കോസ് ദേ വാച്ച് ആ ബോഡി ലാംഗ്വേജ് എല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ അസ്യൂം. ബട്ട് ഡോക്ടർ പ്രസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളത് ചെയ്യുക. ആൻഡ് അതിന്റെ റിസൾട്ട്സ് നോക്കിയിട്ട് ഇസ് ഹൗ ദേ ടെൽ us ലൈക്ക് എന്താണ് എന്നുള്ളത്. അപ്പം അങ്ങനെ 1, 2, 3 എണ്ണം ചെയ്തു. ആൻഡ് ഇറ്റ് ഓൾ കെയിം ഔട്ട് ആസ് ഹൈ മാസ്കിംഗ് ഓട്ടിസം. ഹൈ മാസ്കിംഗ് ഓട്ടിസം അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. മാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്യുന്ന എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. സോ ചെറുപ്പത്തിലേ ഉള്ള സയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ റിമെമ്പർ. പിന്നെ വെൻ ഐ ലുക്ക് കുറേ ഉണ്ട് കേട്ടോ, ഞാൻ അതിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഷെയർ ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോർ എവ്രിബഡി. എൻ്റെ പോലെ തന്നെ ഒരു ഹൈ മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടിന് ഇതേപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മേ ബി ദേ പെർസീവ്ഡ്, പക്ഷെ എന്നാലും കുറെ കോമൺ ആയിട്ടുള്ള ട്രീറ്റ്സ് ഉണ്ട് താനും. സോ ഇറ്റ് പ്രസൻസ് വെരി ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് പീപ്പിൾ. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഈ ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അംബ്രല്ല ടേമാണ്. അതിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് ഓട്ടിസം, ADHD, dyslexia, dyspraxia, dyscalculia, ഇതൊക്കെ അതിൻ്റെ അടിയിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം ഓട്ടിസം ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ ഹ്യൂജ് സ്പെക്ട്രം. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ലെവൽ 2, ലെവൽ 3 ഓട്ടിസം, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയെ വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉള്ളവർ, അതിനെക്കുറിച്ച് മാത്രമേ നമ്മുടെ നാട്ടിൽ കോമൺ ആളുകളുടെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. ലെവൽ 2, ലെവൽ 3 വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഡിഫറൻസസ്. ലൈക്ക് ലേണിംഗ് ഡിസേബിലിറ്റീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഐ കോണ്ടാക്ട് ഒട്ടും പറ്റില്ല, അല്ലെങ്കിൽ നോൺ വെർബൽ ആയിട്ടുള്ളവർ, സംസാരിക്കാൻ കഴിവില്ലാത്തവര്. അപ്പം അതും ഇറ്റ് ഈസ് ഓട്ടിസം, ദാറ്റ് ഈസ് ഓട്ടിസം. പക്ഷെ വാട്ട് ഐ ഹാവ് ഈസ് ഓൾസോ ഓട്ടിസം. അത്രയും ഹ്യൂജ് ഒരു സ്പെക്ട്രമാണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. പിന്നെ ദർ ഇസ് സംതിങ് കോൾഡ് ഗിഫ്റ്റഡ്നെസ്. ഗിഫ്റ്റഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ IQ പക്ഷെ സിവിയർ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അപ്പം ഇതൊരു ഹ്യൂജ് ഇതൊരു വലിയൊരു സ്പെക്ട്രമാണത്. അപ്പം ഐ ഫോൾ ഓൺ വൺ സൈഡ് ഓഫ് ദാറ്റ് സ്പെക്ട്രം. അതാണ്. അപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക, എൻ്റെ മൈ സെൻസ് ഓഫ് സ്മെൽ ആൻഡ് സൗണ്ട് ഭയങ്കര ഇൻറ്റൻസ് ആണ്. എനിക്ക് സ്മെല്ല് ഭയങ്കര ലൈക്ക് എനിക്ക് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മണങ്ങൾ വരും. ലൈക്ക് ആർക്കും കിട്ടാത്ത മണമൊക്കെ എനിക്ക് വരും. അപ്പോൾ ഇറ്റ്സ് റിയലി ഫണ്ണി ആക്ച്വലി. വീട്ടിലിങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് സാധനം ഇരിക്കണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് മണത്ത് നോക്കുമെന്ന് പറയൊക്കെ ഐ എം ദി ഓൺലി വൺ ഹു ക്യാൻ ഡിറ്റക്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. സോ എനിക്ക് ഭയങ്കര ഇൻറ്റൻസ് ആൻഡ് ഇറ്റ്സ് വെരി എന്താ പറയുക, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഇറ്റ്. കാരണം നമ്മൾ കുറച്ച് പലരും ശ്രദ്ധിക്കാത്ത മണങ്ങളും ഒക്കെ നമുക്ക് വരുവേ. അപ്പോൾ ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ്. ആൻഡ് അതുപോലെ തന്നെ ഇഫ് സംബഡി സ്വെറ്റിങ് ഓർ ഇതുമാതിരി അങ്ങനത്തെ പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്ത ആളുകളൊക്കെ അടുത്ത് വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഓബ്വിയസ്ലി ഐ കനോട്ട് ഷോ ഇറ്റ്. പിന്നെ അതേമാതിരി ചെവി ഭയങ്കര ഇൻറ്റൻസ് ആണ്. ലൈക്ക് ഐ ക്യാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ചാർജറൊക്കെ ചാർജ് ചെയ്യാൻ വെക്കില്ലേ, അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ശബ്ദം കേൾക്കും. ഐ ക്യാൻ ഹിയർ ദ സ്റ്റാറ്റിക്. റിയലി ഐ മീൻ അത് ഭയങ്കര ഇൻറ്റൻസ് ആണ് ചെവി. അതുപോലെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്സ് ബുദ്ധിമുട്ടാണ്. സോ പിന്നെ ഇതൊക്കെ എനിക്ക് കുഞ്ഞിലേ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം എൻ്റെ ന്യൂറോപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇഫ് യു ഗിവിങ് മീ ഡിറക്ഷൻസ്, ഇപ്പം എനിക്ക് ആരെങ്കിലും കുറച്ച് ഡിറക്ഷൻസ് തരാണെങ്കിൽ യു ഹാവ് ടു ബി ക്രിസ്റ്റൽ ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇപ്പം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ എനിക്ക് വളരെ ഒരു സാധനം പോലും വിടാണ്ട് പറഞ്ഞാലേ
എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഐ ഹാവ് ടു കീപ്പ് ആസ്കിങ്. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതെന്താണ്, ഇതങ്ങനെയാണെങ്കിൽ ഇതെന്താണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴൊക്കെ മൈ പിയേഴ്സ് ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എനിക്ക് ഐ നീഡ് സം മോർ ഇൻഫർമേഷൻ, എന്നാലേ എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ ഉള്ളൊരു സ്റ്റേജിൽ എത്തുള്ളൂ. ഐ നീഡ് വെരി ക്ലിയർ എന്തെങ്കിലും ഒരു സാധനം. സോ ദാറ്റ്സ് എ തിങ്. ന്യൂറോടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും അൺസെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആം ഓൾവേസ് അപ്പോൾ അതെന്താ അങ്ങനെ, അപ്പോൾ അത് അങ്ങനെ വന്നിട്ടല്ലേ ഇങ്ങനെ. സോ ഐ കീപ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് ഞാനിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കണോണ്ട് ഐ വാസ് ഷട്ട് ഡൗൺ മോസ്റ്റ് ഓഫ്. ലൈക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അപ്പോൾ ഐ ബി ലൈക്ക് ഓക്കെ സോ ദ പ്രോബ്ലം ഇസ് മീ. അപ്പോൾ ദെൻ ഐ സ്റ്റോപ്ഡ് ആസ്കിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ. സോ യു സ്റ്റാർട്ട് ഇന്റേർണലൈസിങ് ദാറ്റ് യു നോ എനിക്ക് ഒരു like I'm not supposed to ask like that. And that is not okay. That's not normal. It's not normal to ask like that. So I should not ask എന്നുള്ളൊരു സാധനം. പിന്നെ അതുമാതിരി ചില സമയത്ത് ഇപ്പോൾ ഐ ടെൻ ടു സോൺ ഔട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സപ്പോസ് ഐ എം ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ദ പേഴ്സൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ. തിരക്കുള്ള സ്ഥലമാണെങ്കിൽ I can feel my ears tuning out to the next table. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇവരുടെ കോൺവെർസേഷനും അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കേൾക്കാം. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എടോ അവിടെ ഉള്ളവർ ആക്ച്വലി ഇതാ പറയണേ, ഞാൻ പറയണ കേൾക്കാം ആദ്യം. സോ അങ്ങനെ ഫോർ എ ന്യൂറോടിപ്പിക്കൽ പേഴ്സൺ ഇറ്റ്സ് മോസ്റ്റ് ഓഫൻ ഈസി ടു കട്ട് ദാറ്റ് നോയ്സ് ഔട്ട്. അപ്പോൾ ദാറ്റ് ഫിൽറ്ററിങ് ഡസൻറ്റ് ഹാപ്പൻ ഫോർ മീ. So everything comes to you. Exactly. അതാണ് സെൻസറി ഓവർലോഡ്. അപ്പം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വലിയ ഗ്രൂപ്പ്സ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഐറണി. ബിക്കോസ് എൻ്റെ ജോബ് റിക്വയർസ് മീ ടു ബി ഇൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൾ ദ ടൈം. ആൻഡ് ഐ എം ലിസ്ണിംഗ് ടു ഓൾ ലോഡ്. ഇപ്പം സ്റ്റേജിലാണെങ്കിലും എനിക്ക് ഇയർ മോണിറ്റേഴ്സ് വെക്കണം. അപ്പം I am exposing myself in the jolly wise. I have to expose myself to not very ideal situations. Lights aanengilum shabdam aanengilum ella. Appo and crowds exactly. So it's a lot of energy that you pick up on, a lot of appam I feel as I grew older njan idinodu കുറച്ചും കൂടെ ഇങ്ങനെ സെൻസിറ്റീവ് ആവാൻ തുടങ്ങി. ഐ റിമെമ്പർ ഞാൻ എൻ്റെ വൺസ് ഐ വെന്റ് ടു മൈ സിസ്റ്റേഴ്സ് ഹൗസ്. ചേച്ചിയുടെ വീട്ടിൽ ഓണം സെലിബ്രേഷൻസ് നടക്കുമായിരുന്നു. സോ ചേച്ചി നോസ് എനിക്ക് കുറച്ച് സോഷ്യൽ, അന്ന് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ടു ബി സോഷ്യൽ ആങ്സൈറ്റി. എനിക്ക് അങ്ങനെ ഒരുപാട് പരിചയമില്ലാത്തവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഐ കാൺ മേക്ക് ടു മച്ച് കോൺവെർസേഷൻ. സോ പാവം ഷീ ആസ്ക് മീ അയ്യോ ഓക്കെ ഞാൻ കുറച്ച് പേര് വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പ്ലീസ് കോൾ എന്നൊക്കെ പറഞ്ഞ് സോ കുറേ പേര് വന്നു. ആൻഡ് വി വർ ജസ്റ്റ് it was a nice crowd. ഓണോ സദ്യയൊക്കെ കഴിച്ചു. പക്ഷേ ഞാനിങ്ങനെ എവറി ഹാഫ് ആൻ അവർ 45 minutes ഐ വുഡ് ജസ്റ്റ് ഗോ ഇൻ ടു എ റൂം ആൻഡ് ഐ വുഡ് ക്ലോസ് ദ ഡോർ ആൻഡ് ഞാനിങ്ങനെ ഇരിക്കും റൂമിൽ. ബിക്കോസ് ഐ നീഡ് ടു ജസ്റ്റ് എനിക്ക് ഐ വുഡ് നീഡ് ടു റീസെൻറ്റർ മൈ സെൽഫ്. ബിക്കോസ് ഇറ്റ് വാസ് അപ്പോൾ ഇത് പ്രായമായപ്പോഴാണ്, ആസ് ഐ ഗ്രൂ ഓൾഡർ ആണ് ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ആ ഒരു സെൻസിറ്റിവിറ്റീസ് ഒക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ ദർ ഇസ് സംതിങ് കോൾഡ് ഐ എം എ സെൻസറി സീക്കർ. ലൈക്ക് ചില മെറ്റീരിയൽസ് എനിക്ക് ഭയങ്കര കംഫർട്ടിങ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ കാൺട്ട് ബിലീവ് ഐ എം സേയിങ് ദിസ്, മൈ പില്ലോ. ഐ നീഡ് മൈ പില്ലോ. എനിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആകുമ്പോൾ ഈ കുറച്ച് നേരം എൻ്റെ തലേണ പിടിച്ചിങ്ങനെ ഇരിക്കണം. ഐ ഹാവ് ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ എനിക്ക് ഐ കാൺട്ട് ഹാൻഡിൽ. അപ്പോൾ ഓഫ് കോഴ്സ് പുറത്ത് നമുക്ക് തലേണ കിട്ടില്ലല്ലോ. സോ വെൻ ഐ ഗോ ഹോം ഐ ജസ്റ്റ് പിക്ക് മൈ പില്ലോ ആൻഡ് ഐ ജസ്റ്റ് sit like that for some because it comforts me. ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ. അപ്പോൾ സെൻസറി സീക്കിംഗ് ബിഹേവിയർ ഇപ്പം ഇതെല്ലാം ഈ സെൻസറി സീക്കിംഗ് ബിഹേവിയർ ഐ എം ക്യൂരിയസ് അബൌട്ട്. ബിക്കോസ് ഇത് പല രീതിയിലായിരിക്കുമോ സെൻസറി സീക്കിംഗ്? പല രീതിയിലാണ്. ചിലവർക്ക് ചില ടെക്സ്ചേഴ്സ് പറ്റും, ചിലവർക്ക് ചിലത് പറ്റില്ല. പറ്റാത്തതും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ചില മെറ്റൽസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ റാഷസ് പോലെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ദീസ് ആർ ഓൾ ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ്. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് വാട്ട് ഐ ഹാവ് ഇസ്, ഇപ്പം സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഇസ് ലെവൽ 1 ഓട്ടിസം. ഓക്കെ.
എന്നാണ് ഇതിന് പറയുന്നത്. ഇറ്റ് വാസ് കോൾഡ് ആസ്പെർജേഴ്സ് സിൻഡ്രോം ഫോർ എ വൈൽ. പക്ഷേ ഇപ്പോൾ ലോഡ് ഓഫ് ഡോക്ടേഴ്സ്, ഇപ്പോൾ എൻ്റെ ഡോക്ടർ അടക്കം ഷീസ് ലൈക്ക് നെവർ സേ ദറ്റ് യു ഹാവ് ആസ്പെർജേഴ്സ് ബിക്കോസ് ആസ്പെർജേഴ്സ് വാസ് എ നാസി സയൻറ്റിസ്റ്റ്. പുള്ളി ഇതുമാതിരി കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ ഹി യൂസ് ടു എക്സ്പെരിമെൻറ്റ് ഓൺ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ആൻഡ് ഓൾ ദാറ്റ്. സോ ഹിസ് നെയിം ഡസൻറ്റ് ഡിസേർവ് ടു ബി ദെയർ എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പേരിപ്പോ പലരും ഡിസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ വാട്ട് ഐ ഹാവ് ഇസ് കോൾഡ് ലെവൽ 1 ഓട്ടിസം. ആൻഡ് ദ തിങ് ഈസ് ഇത് ഭയങ്കര ഇൻവിസിബിൾ ആണ്. ആൻഡ് ഓൾസോ ആസ് യു ഗ്രോ നമ്മളിങ്ങനെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ, എസ്പെഷ്യലി വിത്ത് വിമൻ, ആണുങ്ങൾക്ക് പിന്നെയും ആൺകുട്ടികൾക്ക് പിന്നെയും ഇത് ഓബ്വിയസ് ആണ് ബിക്കോസ് ദേ ഹാവ് ടെസ്റ്റോസ്റ്ററോൺ. അവർ കുറച്ചും കൂടെ ആക്ട് ഔട്ട് ചെയ്യും. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഡിഫറൻസസ്. ടെസ്റ്റോസ്റ്ററോൺ ഇസ് വാട്ട് മേക്സ് ഇറ്റ് മോർ ഓബ്വിയസ്. വൺ ഓഫ് ദി തിങ്സ്. ബിക്കോസ് ആ ഒരു എന്താ പറയാ മാസ്കുലിൻ ട്രേറ്റ്സ് ഉണ്ടല്ലോ ആൺകുട്ടികൾക്ക്, ലൈക്ക് റെസ്റ്റ്ലെസ് ആണ്, കുറച്ചും കൂടെ ദേ കീപ് മൂവിങ് അറൗണ്ട് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം പെൺകുട്ടികളിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് എവിടെയെന്ന് തുടങ്ങും. അതാണ് സിറ്റ് പ്രോപ്പർലി, ഡോണ്ട് റൺ, ഡോണ്ട് ജംപ്, ഡോണ്ട് ലാഫ്, ഡോണ്ട് ടോക്ക് ലൈക്ക് ദിസ്. ഇത് കേട്ടല്ലേ നമ്മള് ഐ മീൻ ഐ ഹാഡ് എക്സ്ട്രീംലി ലവിങ് പേരൻസ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി അന്ന് ദ വേൾഡ് ഇസ് സോ ഡിഫറെന്റ്. ഐ തിങ്ക് ഐ വാസ് എൻ എക്സ്ട്രീംലി ഗുഡ് മാസ്കർ. അതിൻ്റെ സ്കൂളിൽ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെ ഡെയിലി എന്തെങ്കിലും മറക്കും. അല്ല ഐദർ ഫർഗെറ്റ് ടു ഡു ദ ഹോം വർക്ക്, അല്ലെങ്കിൽ പെൻസിൽ മറക്കും, മറ്റേത് മറക്കും. ഭയങ്കര മറവിയായിരുന്നു. ഐ വാസ് ഓൾവേസ് ഫർഗെറ്റിംഗ്. പക്ഷെ അതൊരു ADHD ട്രേറ്റ് അല്ലേ ഈ മറവി എന്ന് പറയുന്നത്? ഈ ADHD ആൻഡ് ഓട്ടിസം ട്രേറ്റ്സ് ഭയങ്കര ഓവർലാപ്പിംഗ് ആണ്. ഫോർ മെനി പീപ്പിൾ ഓട്ടിസം ഉള്ള പലർക്കും ADHD ഓൾസോ എക്സിസ്റ്റ്സ്. അപ്പോൾ ഞാനൊരു ADHD ഡയഗ്നോസിസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു സേ ദറ്റ് ഐ ഹാവ് ADHD. എനിക്കിപ്പോൾ ഓട്ടിസം ഡയഗ്നോസിസ് മാത്രമേ ഉള്ളൂ. അപ്പം there are a lot of overlapping traits between autism and ADHD. അപ്പം ചെറുതിലെ എന്താ വെച്ചാൽ ഐ വാസ് എ വെരി മറ്റേ ഗുഡ് ഗേൾ ഉണ്ടല്ലോ, പറഞ്ഞ അനുസരിക്കണം എന്നുള്ളത്. സോ ഇറ്റ്സ് ഓൺലി എനിക്ക് കുറച്ച് പ്രായമായപ്പോഴാണ് ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ വാസ് എ ലോട്ട് ദാറ്റ് ഐ വാസ് സപ്രസിങ്. ഇപ്പൊ ഈ പില്ലോ പിടിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഐ എം ബ്രേവ് ഇനഫ് ടു സേ ദാറ്റ്. പക്ഷെ പണ്ട് ഇറ്റ് വാസ് സീൻ ആസ് എ വെരി വിയേർഡ് ബിഹേവിയർ. ലൈക്ക് ഐ വാസ്, എന്തിനാ നീ ഇങ്ങനെ തലേണ പിടിച്ചിരിക്കണേ, അത് ഇട്ടിട്ട് വാന്നിങ്ങനെ. ഒബ്വിയസ്ലി ദാറ്റ്സ് വാട്ട്, ബിക്കോസ് ദേ nobody knew അല്ലേ. അത് എത്രത്തോളം ഒരു കുഞ്ഞിന്റെ സെൽഫ് എസ്റ്റീം കൂടെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കും. എക്സാക്ട്ലി. അന്ന് പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒരു പിന്നെ ഐ മീൻ ആ പേരൻസ് ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്. അവർ നമുക്ക് വേണ്ടി അന്നത്തെയൊക്കെ ഒരു മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് നമ്മളെ സേഫ് ആക്കുക, സെക്യൂർ ആക്കുക, നമ്മളെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കുക. അതൊക്കെയാണല്ലോ ഒരു മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഐ ഹാഡ് വെരി ലവിങ് പേരൻസ്. അപ്പോൾ അതുകൊണ്ട് ഐ ക്യാൻ നെവർ ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദം. പക്ഷേ ഈ പറഞ്ഞ മാതിരി നോബഡി ന്യൂ. എൻ്റെ ടീച്ചേഴ്സിനാണെങ്കിലും ഇപ്പോൾ ഹോംവർക്ക് മറക്കുമ്പോൾ കോൺസ്റ്റൻ്റ്ലി ഒരു കുട്ടിയിൽ മറവിയുടെ പാറ്റേൺസ് കാണുമ്പോൾ ഐ ഗെസ് ഇന്നത്തെ കാലത്താണെങ്കിൽ ആസ് പേരൻസ് നമ്മൾ ഇതെന്താ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും. പക്ഷെ അന്ന് അങ്ങനെയില്ല. അന്ന് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്, നീൽ ഡൗൺ, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഞാനൊരു 4ാം ക്ലാസ് വരെ ഐ വാസ് ലൈക്ക് ദിസ്. ഭയങ്കര പ്രശ്നമായിരുന്നു. ഐ വുഡ് ഫോർഗെറ്റ് എവറിത്തിങ്. അങ്ങനെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഞാനൊരു ഹൈ മാസ്കറായി. ലൈക്ക് ഐ വാസ് സോ ഫെഡ് അപ്പ് ഓഫ് being called slow and lazy and like you know ഒരു എന്താ പറയുക പരീക്ഷയിൽ മാർക്കില്ല. I was so fed up of listening to these negative things that I was like ഇനി ആരും എന്നെ പറ്റി അങ്ങനെ പറയണ്ട. ഡബിൾ പ്രഷർ ഇടുകയാണ്. ഡബിൾ പ്രഷറാണ്. ബിക്കോസ് ഞാൻ ഭയങ്കര എന്താ പറയുക സ്കൂളിലെ ഹെഡ് ഗേളായി അങ്ങനെയൊക്കെ. ബട്ട് I do understand now when I think of it, there was a lot that I was internally processing എന്നുള്ളത് തിരിച്ചാലോചിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് there is a vast difference ഈ ratio between men and women that are diagnosed. ഭയങ്കര, because women tend to be bigger maskers than men. അതൊരു ദാറ്റ് ഈസ് ഈവൻ ഒരു കേസ് സ്റ്റഡി ആണ് ഇപ്പോൾ. ലൈക്ക് യുനോ സ്ത്രീകള് ഡയഗ്നോസ്ഡ് ആവുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. സോ ബട്ട് ഇതിപ്പോൾ ചൈൽഡ്ഹുഡിലെ കാര്യം. ഐ പ്രിസ്യൂം ദാറ്റ് ഒരു
teenage it would have manifested in very different ways. As an adult, ഈ ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇത്തിരൂടെ ഡിഫറെന്റ് ആയിരിക്കും. പോസ്റ്റ് മദർഹുഡ് ഇത് വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും അല്ലേ? വാട്ട് വാസ് ഇറ്റ് ലൈക്ക് പോസ്റ്റ് മദർഹുഡ്? അമ്മയായതിനു ശേഷം ഏത് രീതിയിലാണ് ഓട്ടിസം മാനിഫെസ്റ്റ് ചെയ്തത്? I think I feel I was acting out because നമ്മൾ ഇത്രയും നാള് like you try to be patient with your child, പക്ഷെ ചില സമയത്ത് there are instances where നമുക്കിങ്ങനെ ഒട്ടും റെഗുലേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ യു ലൈക്ക് ഫിസിക്കലി ഷേക്ക് ചെയ്യുന്നൊരു അവസ്ഥ. ലൈക്ക് യു ഹാവ് ടു ബി ദെയർ ഫോർ യുവർ ചൈൽഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു നോ ദാറ്റ് ആൻഡ് ദർ ഇസ് ഓൾവേസ് ദറ്റ് ഫീലിംഗ് സംതിങ് ഇസ് ഓഫ് എന്നൊരു സാധനം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ധന്യ. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് കുഡ് ബി ബിക്കോസ് ഐ വാസ് ഇൻ ടു യോഗ. അപ്പൊ എനിക്കിത് എന്താന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് യോഗ ഭയങ്കര ഒരു ക്ലച്ചായിരുന്നു. ലൈക്ക് ക്രച്ചായിരുന്നു, സോറി. I would regularly do yoga. I would regularly journal because every time ഞാൻ ഇത് അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാനൊരു ഓവർ തിങ്കർ ആണ് എന്നുള്ളൊരു റെസ്പോൺസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് നോബഡി നോസ്, ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല. ബിക്കോസ് പലരും ചിന്തിക്കണത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആലോചിച്ചിട്ട് എന്തിനാ ഇങ്ങനെ why are you stressing out എന്നുള്ളത്. എനിക്ക് വിധുവിന്റെ ഡയലോഗ് ഓർമ്മ വരികയാണ്. വിധു പ്രതാപ് പുള്ളിക്കാരൻ പറഞ്ഞത് ഷോയിന് മുമ്പ് 2 സാൻഡൽസ് ഇട്ടിട്ട് വരും, എന്നിട്ട് പറയും ഈ ഡ്രസ്സിന്റെ കൂടെ ഈ സാൻഡിലാണോ കറക്റ്റ്, അല്ലെങ്കിൽ ഈ ഡ്രസ്സിന്റെ കൂടെ ഈ സാൻഡിലാണോ നല്ല. അപ്പൊ വിധു ദീപ്തിയും ഷോയിലിരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ പറയുന്നതിന് മുമ്പാണ് ജോ, ഇതൊക്കെ പറയുന്നതിന് മുമ്പാണ്. അപ്പൊ വിധു ലൈക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും കൺഫ്യൂഷൻ എന്തിന് എന്നുള്ളൊരു. അവര് ജോയിനെ കുറിച്ച് പറഞ്ഞ I asked them about various friends. അപ്പൊ ജോയിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. Now it just makes sense. Now it makes sense because I couldn't decide. എനിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് ടു ഡിസൈഡ് സംതിങ്, 2 സാധനം തന്നെ അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് സോ മച്ച് ഓഫ് മൈ എനർജി. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. യു ഹാവ് to experience it to understand it because it is so invisible on the outside. It's just the way your brain is wired. അത്രേ ഉള്ളൂ കാര്യം. എനിക്ക് there is something called പ്രൂണിങ് നമ്മൾ ചെടി പ്രൂൺ ചെയ്യാന്ന് പറയില്ലേ, ഇങ്ങനെ മറ്റേ വൃത്തിയാക്കി വെക്കുക. അതെ, അതിങ്ങനെ കട്ട് ചെയ്ത് എക്സ്ട്രാ ബ്രാഞ്ചസ് വരുമ്പോ അതിനെ കട്ട് ചെയ്ത് കളയാന്നുള്ളൊരു സാധനം. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐവ് സീൻ ഓൺ ദി ഇന്റർനെറ്റ്. ഞാൻ ഡോക്ടറായിട്ട് ഡബിൾ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ലോട്ട് ഓഫ് പീപ്പിൾ സ്പീക്ക് അബൌട്ട് ഇറ്റ്. ഒരു ന്യൂറോടിപ്പിക്കൽ ബ്രെയിനിൽ ഒരു 5 വയസ്സ് വരെ നമ്മൾ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഫോർ ഓട്ടിസ്റ്റിക്സ് ആൻഡ് ഡൈവേർജന്റ് പീപ്പിൾ ആ പ്രൂണിങ് ഡസന്റ് ഹാപ്പൻ. സോ our brains are on overdrive all the time. And I think everybody deserves to feel that way. നമ്മൾ ഇങ്ങനെ സഫർ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ ourselves. ലോകം പറഞ്ഞിട്ടുള്ളതല്ല നമ്മള്. നമുക്കൊരു സാധനം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദാറ്റ്. അതിന് ദിസ് really ask me what it is that I spoke about. പലരും ഈ ടോക്കും കണ്ടിട്ടില്ല, പല റിപ്പോർട്ട്സിൽ ഈ ടോക്കിന്റെ ലിങ്കും കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ ഭയങ്കര ഡ്രാമറ്റൈസ് ചെയ്ത് ജീവിതം സഹിക്ക വയ്യാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമയായിട്ട് ഭയങ്കര മോശമായിട്ട് എഴുതിയിട്ടുള്ള കുറെ. ഐ വാസ് ഷോക്ക്. എനിക്ക് ഓർമ്മ വന്ന അതാണ്, ഞാൻ UK-ലായിരുന്നപ്പോൾ ഒരിക്കൽ ട്യൂബിലിരിക്കുമ്പോൾ അവിടെ there was ഒരു സേയിങ് ഉണ്ടായിരുന്നു ട്യൂബിൻ്റെ അകത്ത്. ലൈക്ക് യു നോ, ബി കൈൻഡ്, നോട്ട് എവറി ഡിസബിലിറ്റി ഈസ് വിസിബിൾ.